വിശ്വാസങ്ങളുടെ കരുത്തിലാണ്. വിശ്വാസങ്ങളുടെ കരുത്തിലാണ് എല്ലാ സമൂഹവും നിലനിൽക്കുന്നത്. ഒരു കൂട്ടായ്മയുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ ഒരു തനത് സംസ്കാരം രൂപപ്പെടുന്നത്. വിശ്വാസങ്ങളെ പൊതുവെ ചേർത്തു വയ്ക്കുന്നത് മതപരമായ അനുഷ്ഠാനങ്ങളോടൊപ്പമാണ്. പ്രാചീനമായ ആചാരാനുഷ്ഠാനങ്ങളെ കേവലം അന്ധവിശ്വാസമെന്ന് ആധുനിക സമൂഹം അധിക്ഷേപിക്കുന്നുണ്ടാവും. എന്നാൽ എല്ലാ വിശ്വാസങ്ങൾക്കും ആചാരാനുഷ്ഠാനങ്ങൾക്കും അത് നിലനിൽക്കുന്ന സമൂഹത്തിൽ അനിഷേധ്യമായ സ്വാധീനമാണുള്ളത്. ഇതിനുള്ള ഉദാഹരണമാണ് മുത്തപ്പൻ ദൈവത്തിന്റെ ആരാധന. ചരിത്രപരമായും സാംസ്കാരികമായും മലബാറിലെ മണ്ണിലും മനസ്സിലും ആഴത്തിൽ പതിഞ്ഞ മുത്തപ്പൻ ദൈവത്തിന്റെ സഞ്ചാരവഴികൾ നമ്മെ നയിക്കുന്നത് കളങ്കരഹിതമായ സംസ്കാരത്തിന്റെ തനിമയിലേക്കാണ്. മുത്തപ്പൻ കഥകളുടെ ആരംഭം ഇവിടെ നിന്നായിരുന്നു. ഇത് ഏരുവേശിത്തോട്. മക്കളില്ലാതെ വിഷമിച്ചിരുന്ന അയ്യങ്കര ഇല്ലത്തെ പാടിക്കുറ്റി എന്ന അന്തർജനത്തിന് ഈ തോട്ടിൽ കുളിച്ചു കയറി വരുമ്പോൾ ഒരു തേജസ്വിയായ പുത്രനെ ലഭിച്ചു. അങ്ങനെ അന്തർജനം ആ ബാലനെ തന്റെ ഇല്ലത്തേക്ക് കൊണ്ടുപോയി മകനായി വളർത്തി. ആ ബാലനാണ് മുത്തപ്പൻ. കുഞ്ഞായിരുന്ന മുത്തപ്പനെ കണ്ടുകിട്ടിയ സ്ഥലം എന്ന നിലയിൽ ഇവിടെ പൂജകൾ നടത്തിവരുന്നു. പാടിക്കുറ്റിയമ്മ എടുത്തു വളർത്തിയ ബാലൻ വളർന്നു കഴിഞ്ഞപ്പോൾ ബ്രാഹ്മണ ആചാരങ്ങൾക്ക് വിരുദ്ധമായി അടിയാന്മാരോടൊപ്പം പെരുമാറാനും ഭക്ഷണം കഴിക്കാനുമെല്ലാം ആരംഭിച്ചു. ക്രമേണ ഇല്ലത്തെ ആളുകളുടെ എതിർപ്പിനെ തുടർന്ന് മുത്തപ്പൻ തന്നിലുള്ള ഈശ്വര ചൈതന്യത്തെ അവർക്ക് കാട്ടിക്കൊടുത്തെന്നും ഇല്ലം വിട്ടിറങ്ങിയെന്നുമാണ് കഥ. എന്നാൽ പാടിക്കുറ്റിയമ്മ തന്നെ വിചാരിക്കുമ്പോൾ ഓടിയെത്തുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. മുത്തപ്പന്റെ മാതൃസ്ഥാനം അലങ്കരിക്കുന്ന പാടിക്കുറ്റിയമ്മയുടെ ആത്മാവിനെ ദേവീരൂപത്തിൽ കുടിയിരുത്തിയിരിക്കുന്ന ക്ഷേത്രമാണിത്. അടിയാളന്മാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായി അമ്മയെ വേർപിരിഞ്ഞു പോയെങ്കിലും മുത്തപ്പൻ കഥകളിൽ ഏറ്റവും തീവ്രമായ ഒന്നാണ് മാതൃസ്നേഹത്തിന്റെ മഹത്വം. അങ്ങനെ മുത്തപ്പന്റെ ജനനവുമായി ഏറെ ബന്ധവും ഐതിഹ്യങ്ങളും നിറയുന്ന സങ്കേതമാണ് പാടിക്കുറ്റി ക്ഷേത്രം.
ദർശന വിചാരത്തിൽ മുത്തപ്പൻ ഇവിടെ ഉള്ളതായും തെളിഞ്ഞതായി അവർ കൂട്ടിച്ചേർക്കുന്നു.